കണ്ണൂർ ആന്തൂർ നഗരസഭയിൽ 2 വാർഡുകളിൽ കൂടി LDF എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ആഹ്ലാദ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ വരുന്നു. തളിയിൽ കോടല്ലൂർ വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിപ്പോവുകയായിരുന്നു. 5-ാം പീടിക വാർഡിൽ UDF സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുകയും ചെയ്തു. CPM ഭീഷണിപ്പെടുത്തിയാണ് ഈ പത്രിക പിൻവലിപ്പിച്ചത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഫെലിക്സ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ഫെലിക്സ്, നേരത്തെ തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നതിനെ കുറിച്ച് വലിയ ആരോപണങ്ങൾ, അതേസമയം അവിടെ മത്സരിക്കാൻ പോലും ആടില്ല എന്ന CPMന്റെ പ്രതികരണമൊക്കെ വന്നതാണ്. ആന്തൂരിൽ പ്രത്യേകിച്ചും നേരത്തെയും ഇത്തരം പതിവുകൾ ഉള്ളതാണ്. ഇപ്പോൾ എങ്ങനെയാണ് 2ഇടത്തെ സ്ഥാനാർത്ഥികൾ കൂടി തള്ളപ്പെട്ടത്? രതീഷ, ഇന്ന് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമാണ്. അപ്പോൾ ഇന്ന് 4 പത്രികകളാണ് ആകെ ചില തർക്കങ്ങളെ തുടർന്ന് ആന്തൂർ നഗരസഭയിൽ ഈ തീരുമാനത്തിനായി മാറ്റിവെച്ചത്. അതിലാണ് ഇപ്പോൾ 2 UDFന്റെ നാമനിർദ്ദേശ പത്രികകൾ തള്ളിയത്. 2 അംഗീകരിക്കുകയും ചെയ്തു. തളിയിൽ, കോടല്ലൂർ ഈ 2 വാർഡുകളാണ് തള്ളിയത്. അങ്ങനെ LDF അവിടെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് ആരോപിക്കുന്നത് ഭീഷണിപ്പെടുത്തി പത്രിക തള്ളിക്കുന്നു എന്നതാണ്. അതായത് ഇപ്പോൾ ഈ പത്രിക തള്ളി 2 5-ാം പീടിക വാർഡിൽ പത്രിക പിൻവലിക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ നാമനിർദ്ദേശ പത്രികയിൽ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന ആളുണ്ടാവും. ആ പിന്തുണയ്ക്കുന്ന 4 പേർ ഇവിടെ വരികയും തങ്ങളല്ല ഒപ്പിട്ടതെന്ന് ഭരണാധികാരിക്ക് മുമ്പിൽ പറയുകയും ചെയ്തു. ആ സമയത്ത് കോൺഗ്രസും ലീഗ് അടക്കം UDFന്റെ പ്രതിനിധികൾ പറഞ്ഞത് അങ്ങനെയല്ല, കാരണം അവരെ ഭീഷണിപ്പെടുത്തിയ CPM എന്നതാണ്. അതിൽ വാദം നടന്നു. അങ്ങനെ വാദം നടന്നതിൽ 2 പത്രിക തള്ളുകയും 2 പത്രിക അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ ആന്തൂർ നഗരസഭയിൽ മൊത്തം 29 വാർഡുകളുണ്ട്. ആ 29 വാർഡുകളിൽ 5 LDF എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം 6 LDF എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. എന്നാൽ ഇപ്പോൾ 5 വിജയിക്കാൻ കഴിഞ്ഞു എന്നതാണ്. കോൺഗ്രസ് ഗുരുതരമായ ആരോപണം ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി ഇന്ന് പത്രിക പിൻവലിച്ചു, അത് ഭീഷണിയാണ്. ഒപ്പം നാമനിർദ്ദേശകരായ 2 പേർ, പിന്തുണ നൽകി 4 പേർ, അവരും തങ്ങളല്ല ഒപ്പിട്ടതെന്ന് പറഞ്ഞു. അതൊക്കെ ഭീഷണിയുടെ ഭാഗം എന്നതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതിൽ വലിയ രീതിയിലുള്ള വിജയാഘോഷ പ്രകടനം ഇപ്പോൾ ആന്തൂരിൽ ധർമ്മശാലയിൽ ഇപ്പോൾ CPMന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ധർമ്മശാലയിൽ ആഹ്ലാദ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആന്തൂർ നഗരസഭ CPMന് മൃഗീയ ഭൂരിപക്ഷമുള്ള നഗരസഭയാണ്. അവിടെയാണിപ്പോൾ 5 എതിർ സ്ഥാനാർത്ഥിയില്ലാതെ ഏകപക്ഷീയമായ ജയം LDF സ്വന്തമാക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 6 എതിർ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. ഭീഷണിയെ തുടർന്നാണ് പത്രിക തള്ളിപ്പോകുന്നത്, പിൻവലിക്കപ്പെടുന്നത് എന്നതാണ് കോൺഗ്രസ് കലാകാലങ്ങളായി ഉന്നയിക്കുന്ന ആരോപണം. സമാനമായ സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഫെലിക്സ്, വലിയ ശക്തി കേന്ദ്രമാണ്, CPMന്റെ വലിയ ശക്തി കേന്ദ്രമാണ് ഈ ആന്തൂർ എന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇതൊരു പുതുമയുള്ള കാര്യമല്ലല്ലോ, പുതുമയുള്ളൊരു സംഭവമേ അല്ലല്ലോ. അല്പമെങ്കിലും നില മെച്ചപ്പെടുത്താൻ ഇക്കുറി കോൺഗ്രസിന് കഴിയുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ, സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യത്തിലെങ്കിലും, വിജയിക്കുന്ന കാര്യത്തിലല്ല. രതീഷ്, കഴിഞ്ഞ 40 വർഷമായി ആന്തൂർ നഗരസഭയിൽ കോൺഗ്രസിന്, പ്രത്യേകിച്ചും ആന്തൂർ നഗരത്തിൽ ആ പ്രദേശത്ത് കോൺഗ്രസിന് ഓഫീസ് പോലും ഉണ്ടായിരുന്നില്ല. ഈ അടുത്താണ് അവിടെ ഓഫീസ് ആരംഭിക്കുകയും അവിടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ സ്ഥാനാർത്ഥികളെ 2 ഇടങ്ങളിൽ ഒഴികെ ബാക്കി 29 വാർഡുകളിൽ 27 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആന്തൂർ എന്നത് CPMന്റെ കോട്ടയാണ്. ആന്തൂരിൽ 2015 14 വാർഡുകളിൽ എതിരില്ലാതെ LDF തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. 14 വാർഡുകളിൽ മറ്റ് കക്ഷികൾക്ക്, കോൺഗ്രസിനോ BJPക്കോ ഒന്നും തന്നെ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. 2020 ആകുമ്പോൾ അത് 6 ഇപ്പോൾ 5 5 സ്ഥാനാർത്ഥികളില്ലാതെ ഇപ്പോൾ LDF തെരഞ്ഞെടുക്കപ്പെട്ടത്. അതിൽ ഒന്ന് മൊറാഴ വാർഡാണ്. വിവരങ്ങൾ ആന്തൂർ നഗരസഭയുടെ ഭാഗമായ ധർമ്മശാലയിൽ നടക്കുന്ന ഈ പ്രകടനത്തിന്റെ അതിന്റെ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ നൽകിയത്